നമ്മുടെ വീടുകളിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉള്ളപ്പോൾ പെട്ടെന്നൊരു ഡെസേർട്ട് കഴിക്കാൻ തോന്നുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു പുഡിംഗാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. വാൻചോ പുഡിംഗ്. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. വാൻചോ പുഡിംഗ് എന്ന് പറയുമ്പോൾ വാനിലയുടെ ലെയറും ചോക്ലേറ്റിൻ്റെ ലെയറും ആണല്ലോ വേണ്ടത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആദ്യം കേക്കിൻ്റെ ഒരു ബേസ് ആയിരിക്കും. അതിൻ്റെ മേലെ ചോക്ലേറ്റിൻ്റെ ലെയർ, അതിൻ്റെ മേലെ ഒരു വാനില ലെയർ. കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്നത് 1.5 കപ്പ് കേക്ക് ക്രംസ് ആണ്. അതായത് ഞാൻ ഓൾറെഡി റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് കോഫി റോൾ. അതിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്പി കാണാം. ആ കേക്കിന് ഉപയോഗിച്ച ബേസാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതിനെ പൊടിച്ച് വെച്ചേക്കുന്നതാണ്. 1.5 കപ്പോളം ഉണ്ട്. അതാണ് ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് 1/3 കപ്പ് ടോസ്റ്റഡ് നട്ട്സ്, അതായത് നമ്മുടെ തവയെ വെച്ച് ചെറുതായിട്ട് ചൂടാക്കി എടുക്കുക. ക്രിസ്പാവണം, നട്ട്സ് ക്രിസ്പാവണം. അങ്ങനെ ക്രിസ്പാക്കി എടുത്തേക്കുന്ന നട്ട്സാണിത്. ഞാൻ യൂസ് ചെയ്യുന്നത് വാൾനട്ട്സും കാഷ്നട്ടുമാണ്. വാൾനട്ട്സ് കയ്യിലില്ല എങ്കിൽ കാഷ്നട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ക്രംബിൾ ചെയ്ത് ഇതിനകത്തേക്ക് ഇടുക. ഇത് കൂടാതെ നിങ്ങൾക്ക് ഹേസൽനട്ട് വേണമെങ്കിൽ ഹേസൽനട്ട് യൂസ് ചെയ്യാം. എന്ത് നട്ട്സാണ് കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരു 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിൽ വേണമെങ്കിൽ ഒഴിക്കാം, ലെയർ ചെയ്യാം. ഞാനിന്ന് കപ്സിലാണ് സെറ്റ് ചെയ്യുന്നത്. 1-2 ടേബിൾ സ്പൂൺ വെച്ച് ബേസിൽ കൊടുക്കാം. പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല മോയ്സ്റ്റ് കേക്ക് ആയതുകൊണ്ട് നമുക്കിതിനകത്ത് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത്തിരി ഡ്രൈ കേക്ക് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ള, ഇപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ കേക്ക് ഉണ്ടെങ്കിൽ ഡ്രൈ ആണെങ്കിൽ കുറച്ച് ബട്ടറോടെ ചേർത്ത് അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുക. ഇങ്ങനത്തെ കപ്പിൽ ഒരു 6 കപ്പിനുള്ള റെസിപ്പി ഉണ്ട്. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പുഡിങ്ങിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന് കസ്റ്റേർഡ് ലെയർ ഒക്കെ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. 10 മിനിറ്റ് ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ ബേസ് റെഡിയായി. അടുത്തായിട്ട് നമുക്ക് വാനിലയുടെയും ചോക്ലേറ്റിൻ്റെ ലെയർ ഉണ്ടാക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നൊരു പുഡിങ്ങാണ്. ഇതിനകത്ത് നമ്മൾ ജെലറ്റിനോ ചൈന ഗ്രാസോ ഒന്നുമില്ല, സെറ്റിംഗ് ഏജൻറ്റ്സ് ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന കോൺഫ്ലവർ ആണ്. അപ്പോൾ ഒരു സോസ് പാനിലേക്ക് 3 കപ്പ് പാല്, ഇതിലേക്ക് തന്നെ 3/4 കപ്പ് കണ്ടൻസ് മിൽക്ക്. കണ്ടൻസ് മിൽക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്യാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. അത്ര മധുരം വേണ്ടെങ്കിൽ കുറച്ച് ചേർക്കുക. കണ്ടൻസ് മിൽക്ക് ഇല്ല എങ്കിൽ പഞ്ചസാര ആഡ് ചെയ്യാം. ബ്രൗൺ ഷുഗറോ നോർമൽ ഷുഗറോ യൂസ് ചെയ്യാം. അടുത്തായിട്ട് കോൺഫ്ലവർ. ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തു. ഗ്യാസ് ഓൺ ആക്കുന്നതിന് മുമ്പ് നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. കോൺഫ്ലവറും പാലും കണ്ടൻസ് മിൽക്കും കൂടെ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം. തിക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കണം. നല്ലൊരു ബോയിൽ വരുന്നത് വരെ കണ്ടിന്യൂസ്ലി ഇളക്കുക. നമ്മൾ ഇത്രയും കോൺഫ്ലവർ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നമ്മളൊന്ന് നല്ലൊരു ബോയിൽ വരുമ്പോൾ തന്നെ നല്ല തിക്കാവും. നല്ല ഒരു ബോയിൽ വന്നു, നല്ല തിക്കായിട്ടുണ്ട്. ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം നമ്മളിതിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാനായിട്ടാണ് പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാനില എസൻസ് 2-നകത്തും വേണം. അതുകൊണ്ട് ഇതിനകത്തേക്ക് തന്നെ ഒഴിക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്. ഇതിൻ്റെ പകുതി ഈ ബോളിലേക്ക് ഒഴിക്കാം. ഈ പകുതിയിലേക്ക് ചോക്ലേറ്റ്
ഞാൻ എടുത്ത് വെച്ചേക്കുന്നത് ഡാർക്ക് ചോക്ലേറ്റ് 150 grams ആണ്. അതിനകത്തേക്ക് ആഡ് ചെയ്യാം. ആ ചൂടിൽ ഇത് ചോക്ലേറ്റ് അങ്ങ് ഡിസോൾവ് ആയിക്കോളും. ഒട്ടും ലംസ് ഇല്ലാണ്ട് ഒരു സ്മൂത്തായിട്ട് കിട്ടണം നമുക്ക് ഇതിൻ്റെ ഈ കസ്റ്റേർഡ്. ചോക്ലേറ്റിൻ്റെ ലെയറും വാനില ലെയറും രണ്ടും ചെറിയ ചൂടുണ്ട്. ചെറിയ ചൂടോടെ തന്നെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ ഭയങ്കര തിക്കാവും, അപ്പോൾ നമുക്ക് ഒഴിക്കാൻ ബുദ്ധിമുട്ട് വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നമുക്കൊരു 6 to 7 ഗ്ലാസ്സസ്, നമ്മുടെ ഗ്ലാസിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും. ഈ ഒരു സൈസിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്കൊരു 6 ഗ്ലാസ്സിനുള്ളതുണ്ടാവും. ഞാൻ ആദ്യം ചോക്ലേറ്റിൻ്റെ ലെയറാണ് ഒഴിക്കുന്നത്. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. വാനില ലെയറോടെ ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം. നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഡാർക്ക് ലെയർ വരും, അത് കഴിയുമ്പോൾ ഒരു ലൈറ്റ് കളർ, അതിൻ്റെ മേലെ വൈറ്റ് വാനില കളർ. അപ്പോൾ ഇത് നന്നായിട്ട് ചില്ല് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ചില്ല് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിത് കുക്ക് പൗഡർ വെച്ചിട്ട് മേലെ ഡസ്റ്റ് ചെയ്യും. നമ്മുടെ ഈ വാൻചോ പുഡിംഗ് റെഡിയാണ്. ഇനി നമ്മൾ ഫൈനൽ ഒരു ടച്ചിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കുക്ക് പൗഡർ ഡസ്റ്റ് ചെയ്യാം. അത് കാണാനൊരു ഭംഗിക്കും കൂടാതെ നമ്മൾ കഴിക്കുമ്പോൾ ചെറിയൊരു ബിറ്റർനെസ് കിട്ടാനായിട്ടും കൂടിയാണ്. ലൈറ്റായിട്ട് ഡസ്റ്റ് ചെയ്തെടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഡെസേർട്ടാണ്. നല്ല ടേസ്റ്റിയാണ്. എപ്പോഴും ചില്ല് ചെയ്ത് കഴിക്കുക. ഇന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെയാണ്, നെക്സ്റ്റ് ഡേ ആണ് ഇത് മോർ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ഔട്ട് ചെയ്യുക. നല്ല വീഡിയോസിന് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.